ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി പനീർ വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ബട്ടറൊന്നും ചേർക്കാതെ തന്നെ നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നല്ലവണ്ണം ചൂടായി തുടങ്ങിയാൽ ഇതിലേക്ക് ഒരല്പം പട്ട, കരയാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് കളർ മാറി തുടങ്ങിയാൽ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കണം. ഈ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ട് വരണം. എന്നിട്ട് ഇതിലോട്ട് 2 പച്ചമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സവോളയാണ്. സവോള ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് ഇതിലേക്കുള്ള കാഷ്നട്ട്സ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിരാനായിട്ട് വെച്ചതാണ്. ഇനി സവോളയൊക്കെ നല്ലവണ്ണം ഒന്ന് കളറ് മാറി തുടങ്ങിയാൽ നമുക്കിതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സവോള ചെറുതായിട്ടൊന്ന് കളറ് മാറണം. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് തക്കാളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ തക്കാളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ 2 വലിയ തക്കാളി എടുത്ത് മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്താൽ മതി. തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പച്ച തക്കാളി വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലവണ്ണം അരച്ചെടുത്താൽ മതി. എന്നിട്ട് പേസ്റ്റിന് പകരം അത് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ. ഇനി എല്ലാം നല്ലവണ്ണം മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് പനീറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പനീറൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഗ്രേവിക്ക് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ കാഷ്നട്ട്സ് പേസ്റ്റാക്കി എടുത്തതാണ്. മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഒഴിച്ചു കൊടുത്താൽ നല്ല കറി നല്ല തിക്കായി കിട്ടും. നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനപ്പോൾ ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. പനീറൊക്കെ ഒന്ന് നല്ല വെന്ത് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. അതൊരു 10-20 മിനിറ്റ് ആയപ്പോഴത്തേനും പനീറൊക്കെ നല്ലവണ്ണം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഫ്രഷ് ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കസൂരി മേത്തിയാണ്. അപ്പോൾ ഇത് സ്കിപ്പാക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇതിൻ്റെ മുമ്പൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പനീർ ബട്ടർ മസാലയുടേത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാനിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്